നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. അധർമ്മം പെരുകുന്നത് യേശുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 11 വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളമായി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അക്കാലത്ത് യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. എന്നാൽ ഈ കാലത്ത് ബൈബിൾ പഠിക്കുന്ന ആളുകൾക്ക് എത്രയോ സത്യമാണ് യേശു പറഞ്ഞതെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞത് അന്ത്യകാലത്ത് അധർമ്മം പെരുകുമെന്നാണ്, അല്ലെങ്കിൽ വഷളത്വം പെരുകും, ദുഷ്ടത പെരുകും. യേശു പറഞ്ഞു നോഹയുടെ കാലത്തെ പോലെ തന്നെ ആവും മനുഷ്യപുത്രൻ്റെ കാലത്ത്, ലോത്തിൻ്റെ കാലത്തെ പോലെയും. നോഹയുടെ കാലത്ത് മനുഷ്യരുടെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെ എപ്പോഴും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. ഭൂമിയിൽ മനുഷ്യൻ വഷളത്വം പെരുകി. തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായിട്ട് അവർ സ്വീകരിച്ചു. ഏകഭാര്യത്വ കുടുംബ വ്യവസ്ഥ അവർ ഉപേക്ഷിച്ചു. ലോത്തിൻ്റെ കാലത്ത് പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കാൻ, സ്ത്രീയെ വിവാഹം കഴിക്കാൻ, അങ്ങനെ അവലക്ഷണമായത് ചെയ്യാനിടയായി തീർന്നു. മനുഷ്യൻ വിട്ടും നട്ടും വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. ഭൗതികവാദം. ഈ കാലത്തും അത് ശരിയല്ലേ? മനുഷ്യർക്കാർക്കും ബൈബിള് വായിക്കാനോ അല്ലെ ദൈവത്തെക്കുറിച്ച് അറിയാനോ ദൈവിക വഴിയിൽ നടക്കാനോ താല്പര്യമില്ല. മനുഷ്യർക്ക് ദൈവം നൽകിയ സുബോധത്തെ സൂക്ഷിക്കണമെന്ന് താല്പര്യമില്ല. അതിനെ മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആ സുബോധത്തെ കെടുത്തിക്കളഞ്ഞിട്ട് ഇങ്ങനെ കിറുങ്ങി നടക്കുക, കിറുക്കന്മാരായിട്ട് നടക്കുക. അതിനാണ് മനുഷ്യന് താല്പര്യം. ആരോ പറഞ്ഞു, കഞ്ചാവൊക്കെ വലിച്ചാൽ, MDMA ഒക്കെ ഉപയോഗിച്ചാൽ, LSDയും പ്രതിഡിനും ഒക്കെ ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും, പെട്ടെന്ന് എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആയിട്ട് മാറാമെന്ന് ആരോ പറഞ്ഞു. ഏതായി മിടുക്കന്മാര് അങ്ങനെയാണല്ലോ. കഷണ്ടിക്കാരൻ പോലും കഷണ്ടിയുടെ മരുന്ന് വിൽക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞവനും അവൻ്റെ മക്കളും ഒക്കെ ചോദിക്കണം, കളക്ടർമാരാണോ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന, നിങ്ങളുടെ മക്കളും ഒക്കെ എഞ്ചിനീയർമാരാണോ ഡോക്ടർമാരാണോ എന്ന് ചോദിക്കണം. അവനൊക്കെ ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുക. അവനാണ് ഇത് വിൽക്കുന്നത്. എന്ത് പറഞ്ഞാ ബുദ്ധി വർദ്ധിപ്പിക്കുമെന്ന്. ബ്രെയിനെ ഡാമേജ് ആക്കും, ബ്രെയിൻ ഡെഡാകും, ബോധം നഷ്ടപ്പെടും, അവൻ വഴിയിൽ കിടക്കാനിടയാകും, അവൻ്റെ കുടുംബജീവിതം നഷ്ടമാകും. കുട്ടികളെ നല്ല രീതിയിൽ അവന് ട്രെയിനിങ് നൽകാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മാതൃകയാകാനോ അവൻ സാധിക്കാതെ വരും. നാട്ടിലെ അവൻ്റെ മാന്യത പോകും, അവൻ്റെ പണം നഷ്ടമാകും, ആരോഗ്യം നഷ്ടമാകും, അവൻ രോഗിയാകും, അവനെ ആളുകൾ വെറുക്കും, അവൻ്റെ ജോലി പോകും. ഇതാണ് ഈ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന് ഉണ്ടാകുന്നത്. അവൻ്റെ മക്കള് അവനെങ്ങാനും സന്തതി ഉണ്ടാകത്തില്ല. കാരണം ആ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയൊക്കെ നശിച്ചു പോവും. ഇനി ഇൻകേസ് ഉണ്ടായാൽ അത് വികലാംഗരായ പിള്ളേരായിരിക്കും. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പല രാജ്യത്തെയും പിള്ളേർ വികലാംഗരാണ്, ഓട്ടിസം ബാധിച്ചവരാണ്. അപ്പോൾ അവിടെ ഈ ഓട്ടിസം ക്ലിനിക്കുകളൊക്കെ ഉണ്ട്. അവിടെ ധാരാളം MSW ഒക്കെ ബാധിച്ച അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് അവിടെ നല്ല സ്കോപ്പാണ്. ഈ സ്പെഷ്യൽ സ്കൂളുകൾ ധാരാളമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ സ്പെഷ്യൽ സ്കൂളുകൾ വർദ്ധിക്കുന്നത്? അംഗപരിമിതർ വർദ്ധിക്കുന്നത്, കുരുടന്മാർ വർദ്ധിക്കുന്നത്, പിന്നെ ഓട്ടിസം ബാധിക്കുന്ന ആളുകൾ വർദ്ധിക്കുന്നത്. നിങ്ങൾ കണ്ണു തുറന്ന് കാണ്, മയക്കുമരുന്നും മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ കൂടെയാണ്. ദൈവം തന്ന ബോധത്തെ മദ്യം കഴിച്ച് നീ എന്ത് ചെയ്യുകയാണ്? നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ദൈവം നിന്നെ നശിപ്പിക്കുന്നു. ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടായാൽ ആ വീടിൻ്റെ താളം മുഴുവൻ തെറ്റത്തില്ലേ? ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റുമോ? ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റും? അല്ല പിന്നെ അതിനെ കൊല്ലണം. ചില ആളുകൾ ഗർഭത്തിൽ വെച്ച് തന്നെ സ്കാൻ ചെയ്തിട്ട് കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെന്ന് മനസ്സിലായാൽ അതിനെ കുത്തിക്കൊല്ലുക, അത് പടഞ്ഞ് ചാകുകയാണ്. പിന്നീട് അതിനെക്കൊണ്ട് ഏതെങ്കിലും
ഇങ്ങനെയുള്ള ആലയങ്ങളിൽ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് മര്യാദയ്ക്ക് ദൈവം തന്ന ഭാര്യയോട് കൂടെ, കുഞ്ഞുങ്ങളോട് കൂടെ, കൊച്ചുമക്കളോട് കൂടെ നിനക്ക് ജീവിക്കാം. ഇങ്ങനെയുള്ള ആളുകളൊന്നും കൊച്ചുമക്കളെ കാണത്തില്ല. മനസ്സിലായി? പേരക്കുട്ടികളെ കാണാൻ ഇടവരത്തില്ല അവന്. ഈ ദൈവം തന്ന ബോധത്തെ മദ്യവും മയക്കുമരുന്നും കഴിച്ച് നശിപ്പിക്കുന്നവൻ ആയുസിന്റെ മധ്യത്തിൽ അവൻ തട്ടിപ്പോവുകയാണ്. ഒന്നുകിൽ അവന് ലിവർ സിറോസിസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവന് ക്യാൻസർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവൻ്റെ കിഡ്നി അടിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവൻ്റെ ലങ്സ് ചുരുങ്ങിയിട്ട് അല്ലെങ്കിൽ ലങ്സ് പോയി, അല്ലെങ്കിൽ അവൻ്റെ ബ്രെയിൻ ചുരുങ്ങിയിട്ട് അവൻ വട്ടനായിട്ട് മാറുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറയുന്നു അധർമ്മം പെരുകും അന്ത്യകാലത്ത്. ഈ മയക്കുമരുന്ന് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ പൈസ വേണം, അത് വാങ്ങിക്കാൻ ഭയങ്കര വിലയാണ്. അവനിത് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അവനതിന് അഡിക്റ്റാണ്. കാശ് വേണം, വീട്ടിൽ ചോദിക്കുന്നു, വീട്ടുകാർ കൊടുക്കുന്നില്ല. ചുറ്റിക എടുത്ത് അപ്പനെ അടിച്ചു കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അനിയനെ കൊല്ലുന്നു, ചേട്ടനെ കൊല്ലുന്നു. ഒരു വീട്ടിൽ 6 പേര്. മനസ്സിലായോ? അതുപോലെ ബലാത്സംഗം, കുഞ്ഞു കുട്ടികളോട് അതിക്രമം കാണിക്കുന്നു. അവൻ പോക്സോയിൽ പിടിക്കപ്പെട്ട് അവൻ 25 വർഷത്തേക്ക് അവൻ ജയിലിൽ കിടക്കുക. ഈയിടെ ഒരു മദ്രസാധ്യാപകന് 167 വർഷം ജയിലിൽ തള്ളിയിരിക്കുക. മനസ്സിലായോ? അവന് വേദപാഠം പഠിപ്പിക്കാനായിട്ട് അവൻ്റെ അടുത്ത് കൊണ്ട് പിള്ളേരെ ആക്കി. ആ പിള്ളേരെ അവൻ നശിപ്പിച്ചു, മിസ്യൂസ് ചെയ്തു, ചൈൽഡ് അബ്യൂസ്. അപ്പോൾ പല കുട്ടികളുടേതായ മൊത്തം അതാ ഞങ്ങൾ പറയുന്ന നിത്യശിക്ഷാവധി എന്നൊരു സംഭവം മരണശേഷം മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇപ്പം ഇനി ഒരു 30 വയസ്സേ അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവന് 167 വർഷം കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചിരിക്കുകയാണ്. മൃഗത്തിനാണ് വിശേഷ ബുദ്ധി ഇല്ലാത്തത്, അതിന് ഇൻസ്റ്റിങ്ക്റ്റ്, ജന്മവാസന മാത്രമേ ഉള്ളൂ. പക്ഷേ മനുഷ്യൻ അവൻ്റെ ബോധത്തെ മദ്യം കഴിച്ച് മയക്കുമരുന്ന് കഴിച്ച് അവൻ നശിപ്പിക്കുന്നതിനാൽ അവൻ ഏത് കുറ്റകൃത്യവും, കൊലപാതകമോ വ്യഭിചാരമോ അല്ലെങ്കിൽ അബോർഷനോ ചെയ്യുന്നതിന് അവനൊരു മടിയില്ല. ഈ കാലത്ത് ഈ കാപ്പ പ്രതികൾ വർദ്ധിക്കുകയാണ്. കാരണം അവനെ നാട് കടത്തുകയാണ്. ഈ പഞ്ചായത്തിൽ നിൽക്കരുത്, ഈ ജില്ലയിൽ നിൽക്കരുത്, ഈ സ്റ്റേറ്റിൽ നിൽക്കരുത്. പണ്ട് കാലത്തൊക്കെയാണ് ആളുകളെ ആൻഡമാൻസിലേക്കൊക്കെ നാട് കടത്തിയതായിട്ട് കേട്ടോണ്ടിരുന്നത്. പക്ഷേ അത് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിനക്ക് തന്ന വീട്ടിൽ, ദൈവം നിനക്ക് തന്ന നാട്ടിൽ നീ നിൽക്കാൻ പാടില്ല എന്ന് സർക്കാർ പറയുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ സ്വർഗത്തിലേക്ക് എടുക്കുവോ? ഇല്ല, നിനക്കുള്ളത് നരകമാണ്. അതുകൊണ്ട് യേശു പാപിയെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്നു. അവൻ്റെ സ്വഭാവത്തെ മാറ്റാൻ, അവൻ്റെ നിരാശ മാറ്റാൻ, അവൻ്റെ ആത്മഹത്യ സ്വഭാവം മാറ്റാൻ, അവൻ്റെ മദ്യപാനാസക്തി മാറ്റി അവനെ ഒരു പ്രോപ്പർ മനുഷ്യനാക്കി മാറ്റാൻ യേശു ഇവിടെ വന്നു. സൃഷ്ടാവായ ദൈവം ഇവിടെ വന്നു. നിന്റെ സൃഷ്ടി വൈകല്യം മാറ്റാൻ യേശു നിന്റെ നരകം ഏറ്റെടുത്തു. നിന്റെ ശിക്ഷയേറ്റ യേശു ജീവിക്കുന്നു. ആ യേശുവിനെ കൂട്ടാളിയാക്കിയാൽ, യേശുവിനെ രക്ഷകനാക്കിയാൽ, യേശുവിനെ ഇടയനും വഴികാട്ടിയുമാക്കിയാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് സൃഷ്ടാവായ യേശു നിന്നെ പുതിയ സൃഷ്ടിയാക്കും. പിന്നെ മദ്യം നീ തൊടത്തില്ലെന്ന് മാത്രമല്ല, നീ മദ്യത്തിനെതിരെ നിലപാടെടുക്കും. നീ ആളുകളെ ബോധവൽക്കരിക്കാൻ ഇടയാകും. നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ബന്ധുക്കളും നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് സുവിശേഷം. യേശു പറഞ്ഞ അന്ത്യകാലത്ത് വഷളത്വം പെരുകും, അധർമ്മം പെരുകും. ഒരു ഭരണാധികാരിക്കും, കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസിനോ BJPക്കോ ഒരു ഭരണത്തിനും ഇവരെ മനുഷ്യനെ നന്നാക്കാൻ പറ്റാതെ വണ്ണം അത് ഇറിപ്പയറബിളായിട്ട് അത് മാറിയിരിക്കുകയാണ്. യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ കൈക്കൊള്ളുക. പാപിയെ രക്ഷിക്കാൻ വന്ന ഏകദൈവ യേശുവാണ്. ആ സത്യം ഗ്രഹിച്ച് യേശുവിനായി ജീവിക്കാൻ തയ്യാറാകുമെങ്കിൽ യേശു സഹായിക്കും, അനുഗ്രഹിക്കും, രക്ഷിക്കും. യേശു നിന്നെ പുതിയ മനുഷ്യനാക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.